കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 2011-12 സാമ്പത്തിക വർഷം 9.5% വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയത്. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 16.2% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. എന്നാൽ ജനുവരി മുതൽ ഒക്ടോബർ 12 വരെ അവശ്യ സാധനങ്ങളുടെ ചില്ലറ വിലയിൽ വൻതോതിലുള്ള വർധനമാണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനത്തിൽ 18% മുകളിൽ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25,719 കോടി രൂപയാണ് നികുതി വരുമാനം. ഇത് ലക്ഷ്യമിട്ടിരുന്നതിൻ്റെ 96%. നികുതിയേതര വരുമാനത്തിൽ 34.3% വർധനമാണ് ഉണ്ടായത്. ഭാഗ്യക്കുറിയിൽ നിന്ന് മാത്രം 1,283 കോടി രൂപ ഈ ഇനത്തിൽ ലഭിച്ചു. 2011-12 റവന്യൂ ചെലവ് 44,961 കോടി രൂപയായി വർദ്ധിച്ചു. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിൻ്റെ കടം 89,418 കോടി രൂപയാണ്. സാമ്പത്തിക സർവേയിലെ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം കാർഷിക മേഖലയിലുണ്ടായ പിന്നോക്കം പോക്കാണ്. ഈ മേഖലയുടെ വരുമാനം 4.5% കുറവാണ് കാണിക്കുന്നത്. നാളികേര ഉൽപ്പാദനത്തിൽ മാത്രം 6.7% കുറവുണ്ടായി. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 13.5% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലില്ലായ്മയിൽ കേരളം ഇന്ത്യയിൽ 4-ാം സ്ഥാനത്തെത്തി. പുതിയ കണക്കനുസരിച്ച് 45 ലക്ഷം പേരാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 4,614 സ്കൂളുകളെ വരുമാനമില്ലാത്ത സ്കൂളുകളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ കുടിവെള്ള മലിനീകരണത്തിൽ 1-ാം സ്ഥാനത്താണ് കേരളമെന്ന ഞെട്ടിക്കുന്ന വിവരവും സാമ്പത്തിക സർവേയിലുണ്ട്. സുനിൽ ഐസക്, മീഡിയ 1, തിരുവനന്തപുരം.